മറിച്ച് സൗമ്യമായി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് ഇവൻ്റെ ആഗമനം തന്നെ എനിക്കൊരു ഐശ്വര്യമാണ് എന്ന് തോന്നിയാൽ 10 രൂപ ചോദിച്ച നിങ്ങൾക്ക് അയാൾ അറിയാതകത്തി എന്ന് 1000 രൂപ എടുത്തുകൊണ്ടെന്ന് കൈത്തരും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയ തോന്നും. നിങ്ങൾ ചോദിച്ചാൽ കിട്ടാത്തത് ദേ മിടുക്കം മേടിച്ചുകൊണ്ട് പോകുന്നു. ഇനി ഇത് കൊടുത്തു വിട്ടവന് നിങ്ങളെ കൊടുത്തത് ആർക്കാണോ അവനെ കാണുമ്പോൾ അവന് കൊടുത്തതാണെന്ന് തോന്നൽ പോലും അല്ല ഉണ്ടാകുന്നത്. കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഭവ്യമായിട്ടാണ് പറയുന്നത്. അനുഭവമില്ല? ഇതൊക്കെ ജീവിതത്തിൽ പഠിക്കുന്നത് നിത്യജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. അല്ലാതെ ഇംഗ്ലീഷിൽ പുസ്തകത്തിൽ എഴുതാൻ പഠിച്ചാലൊന്നും അത് വിദ്യാഭ്യാസമാവില്ല. ഒരുപാട് ഇംഗ്ലീഷ് പദങ്ങൾ നിങ്ങൾക്കറിയാം, അതിൻ്റെ പൊങ്ങച്ചം എഴുതി വെക്കാൻ അറിയാം, അത് ശാസ്ത്രമാണെന്ന തെറ്റിദ്ധാരണയുണ്ട്. ജീവിതത്തിന് കൊള്ളില്ല. ജീവിതം വേറെയാ. നിങ്ങളുടെ സാമർഥ്യമൊന്നും ദേവതകളുടെ അടുക്കിലേക്ക് എത്തില്ല. അപ്പം ഈ ദേവതകൾ, അതായത് അധിഷ്ഠാനത്തിൽ അധിഷ്ഠിതമായ ദേവതകൾ, കർത്താവിൽ അധിഷ്ഠിതമായ ദേവതകൾ, കരണാന്തർഗതങ്ങളായ ദേവതകൾ. കരണം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഉപകരണം. മുമ്പ് പറഞ്ഞ കുംഭാരൻ്റെതാണെങ്കിൽ ആ കുംഭാരൻ കർത്താവും കുംഭാരന് കല ഉണ്ടാക്കുവാനുള്ള മണ്ണ് അതിൻ്റെ അധിഷ്ഠാനവും, അയാൾ ഉപയോഗിക്കുന്ന ഒരു ദണ്ടുണ്ട്, ഒരു കുലാല ചക്രമുണ്ട്, ഒരു നൂലുണ്ട്. കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അയാൾ ഈ ദണ്ട് ആ ചക്രത്തിൻ്റെ ഒരു കുഴിയിലേക്ക് വെച്ചിട്ട് കറക്കിയാണ് വിടുക. കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗം ശരിയായാൽ അടി തല്ലി യോജിപ്പിക്കുകയായിരുന്നത്. അതും കണ്ടിട്ടില്ല. അതിനും ഈ ദണ്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇത് അവിടെ വെച്ചിട്ട് ഇത് ചക്രം കറങ്ങുന്നത് കൂടാതെ കലം കറങ്ങണം തോന്നിയാൽ ഒരു നനച്ച നൂലതെ ചുറ്റിയിട്ട് ആ നൂല് വലിക്കും. കണ്ടിട്ടില്ല. ഇനി മുതൽ പോയി നോക്കണം. അപ്പോൾ ഈ നൂലിൻ്റെ ഒരു ദേവതയുണ്ട്. ചക്രം കറങ്ങുക, അതിൻ്റെ മുകളിൽ കലത്തെ ഒറ്റയ്ക്ക് കറക്കുക. ആ പിടിയിൽ ആ കറക്കത്തിൽ ഒരു നിശ്ചിത കറക്കമുണ്ട്. അത് എക്സാക്റ്റായിട്ട് ആ ദേവത സഹായിച്ചാൽ ആ കലം പൂർണ്ണശോഭയോടെ ഇറങ്ങും. അതൊന്ന് പാളാം. ഒന്ന് പാളിയാൽ ആ കലം ശരിയല്ലാതാവും. അത് അരച്ചുകൂട്ടി യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കല്ലിരുന്നാൽ മതി. ഒരു ചെറിയ കല്ല് പെട്ടുപോയതാണ്. ആ ദേവത ശ്രദ്ധയില്ലാതെ വരാൻ സഹായിച്ച് ഒരു കല്ലിരുന്നാൽ ചുട്ടെടുക്കുന്ന സമയത്ത് കല്ലിന് ചുറ്റുമുള്ള മണ്ണ് ചുരുങ്ങുകയും കല്ല് ചൂടുകൊണ്ട് ചുരുങ്ങാതിരിക്കുകയും ചെയ്താൽ ആ കല്ല് വേർപെട്ട് നിൽക്കുകയും ചുറ്റുമുള്ള മണ്ണ് വെന്ത് അതിനൊരു അളയുണ്ടാവുകയും ചെയ്യും. കല്ലള എന്ന് പറയും. മനസ്സിലായില്ല? പിന്നെ ഒരു പണിയേ ഉള്ളൂ. ആ കല്ലങ്ങ് കുത്തിക്കളഞ്ഞ് വല്ല തൊണ്ടിൻ്റെ, നിങ്ങളെന്താ പറയുക, ചകിരി അല്ലേ, അത് പതുക്കെ തിരികെ കയറ്റുക. അപ്പോൾ അതിൽ കൂടെ ഓരോ തുള്ളി വെള്ളം വന്നുകൊണ്ടിരിക്കും. പിന്നല്ലേ മുച്ചട്ടി അരിപ്പയ്ക്ക് ഉപയോഗിച്ചോളുക. താഴേക്കാണ് കല്ലളയെങ്കിൽ. അല്ല, അടുപ്പത്ത് വെച്ച് കഞ്ഞി വയ്ക്കാൻ പറ്റൂല. പക്ഷേ ഒരു അമ്മയുടെ കയ്യിൽ തുളയുള്ള കലം കിട്ടിയാൽ അവൾക്കൊരു ദേവതയുണ്ട്. അവളല്പം തുണി കരിച്ച് അല്പം ചുണ്ണാമ്പും ചേർത്ത്, മനസ്സിലായില്ല, അവളതടയ്ക്കും. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ ചുണ്ണാമ്പും തുണിയൊക്കെ കൊണ്ടുപോയി ശരിപ്പെടുത്തിയാൽ ചിലപ്പോൾ അടുപ്പേ വെച്ചോ കൂടെ താഴെ വീഴും. അപ്പോൾ ഇതിൽ കരണങ്ങളുടെ ദേവതയുണ്ട്. ഈ ദണ്ടിൻ്റെ, നൂലിൻ്റെ, ചക്രത്തിൻ്റെ ഒക്കെ അതിദേവതകളുണ്ട്. അതൊക്കെ വശത്താകണം. ഇത് വശത്തായവൻ ലാഘവത്തോടെ അനായാസം കർമ്മം ചെയ്യും. അവന് ജാടയൊന്നും ഉണ്ടാവില്ല. ദേവത വശത്തായാൽ ആയാസമില്ല. ആളുകൾ വന്ന് എന്തൊരു കഷ്ടപ്പാടാണെന്ന് പറയുമ്പോൾ അവന് ചിരി വരും. അവൻ പറയും ഒരു കഷ്ടപ്പാടുമില്ല. കഷ്ടപ്പാട് വരുന്നത് ദേവത വശത്തല്ലാത്തവർക്കാണ്. അവർ കഷ്ടപ്പെട്ടിട്ട് കാര്യവുമില്ല. മനസ്സിലായില്ല?
ദേവത വശത്തായവൻ ഒന്നെറിഞ്ഞാൽ മതി. മനസ്സിലായില്ല? കൊള്ളേണ്ടിടത്ത് കൃത്യം കൊള്ളും. അല്ലാത്തവൻ 100 എറിഞ്ഞാലും കൊള്ളേണ്ടിടത്ത് കൊള്ളുകയില്ല. അപ്പോൾ അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ടകൾ, വിവിധങ്ങളായ ചേഷ്ടകൾ. കർമ്മത്തിൽ ആ ദണ്ഡെടുത്ത് കറക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചേഷ്ടയാണ്. നൂലുകൊണ്ട് കറക്കുന്നത് ഒരു ചേഷ്ടയാണ്. നൂല് നനയ്ക്കുന്നതൊരു ചേഷ്ടയാണ്. അപ്പോൾ ഒരു പിടി ചേഷ്ടകളുണ്ട് എല്ലാ കർമ്മത്തിലും. ആ ചേഷ്ടകളിൽ ചലനാത്മക ദേവതകളാണ് ഉള്ളത്. സ്ഥാനീയ ദേവതകളാണ് അധിഷ്ഠാന ആദിയായവയിലിരിക്കുന്നത്. ആ സ്ഥാനീയ ദേവതകൾ അവിടെ നിന്ന് ചലിക്കാൻ തയ്യാറാകണം. മണ്ണ് ചുട്ടെടുക്കുകയാണെങ്കിൽ മണ്ണ് ചുടുമ്പോൾ ആ ദേവതയ്ക്കൊരു പരിണാമം വരും. അപ്പോൾ സ്ഥാനീയ ദേവതയെ ചലനാത്മക ദേവതയാക്കി പരിണമിപ്പിക്കും. ഫ്രം ദ പൊട്ടൻഷ്യൽ ടു കൈനറ്റിക്. അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ? ഫ്രം സ്റ്റാറ്റിക് ടു ഡൈനാമിക്സ്, or from dynamic equilibrium to dynamic kinematics. ഇതിലേക്കുള്ള പരിണാമം, ഒരവസ്ഥാന്തരം. ദേവതയ്ക്ക് വരുന്ന ഈ അവസ്ഥാന്തരം അതിശക്തമാണ്. അതിന് ആ ദേവതകളുടെ സമൂഹമുണ്ട്. അതാണ് ജീവിതം. അതിനെ കണ്ടെത്താൻ ശ്രമിച്ച ഭാരതീയ ആചാര്യന്മാരുടെ അന്വേഷണ തപസ്യയുടെ അത്യന്തഭാസുരങ്ങളായ ലോകങ്ങളാണ് സ്തോത്രകൃതികൾ. എല്ലാ സ്തുതികളും. ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച് ആ കുഞ്ഞിനെ താലോലിക്കുന്ന അമ്മ അതിനെ പൊട്ട് തൊടിയിച്ച്, അതിനെ കണ്ണെഴുതിച്ച്, അതിനെ പൗഡറിടിച്ച്, അങ്ങനെ അതിനെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിനാദ്യം അതിൻ്റെ നിർമാല്യമൊക്കെ, അതായത് മലവും മൂത്രമൊക്കെ എടുത്ത് കളഞ്ഞ് നിർമാല്യമൊക്കെ കളഞ്ഞ് അതിനെ ആദ്യം പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് പൊട്ട് തൊടിയിച്ച് നല്ല പാവാടയോ ഉടുപ്പോ ഒക്കെ ഇടിച്ച് അങ്ങനെ കൊണ്ടുവരുമ്പോഴെല്ലാം അതിൻ്റെ ഓരോ അവയവങ്ങളിലുമുള്ള ദേവത മെല്ലെ വളരുന്നുണ്ട്. ആ ദേവതയുടെ സമൂഹം ഉണർന്നു വരുമ്പോൾ അവൻ പഠിക്കാനും ഓടാനും ചാടാനും ഒക്കെ മിടുക്കനായി വരും. അല്ലാതെ ശാസിച്ചും ഉപദ്രവിച്ചും ചീത്ത വിളിച്ചും ഒന്നും ദേവതകൾ പ്രസാദിക്കില്ല. സമസ്ത രംഗങ്ങളിലും ദേവതാ പ്രസാദത്തിൻ്റെ ലോകമുണ്ട്. ദേവതകളോ അവ ദൃഷ്ടവും അദൃഷ്ടവുമായ നിഗ്രഹാനുഗ്രഹ ശക്തികളോടെ നിൽക്കുന്നവരുമാണ്. അവരുടെ നിഗ്രഹാനുഗ്രഹ ശക്തികളിലേക്കുള്ള ചാലകതയാണ് വാക്കുകളും വർണ്ണങ്ങളും കൊണ്ടുള്ള സ്തുതികളിൽ നിഴലിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ ആളുകൾ എഴുന്നേറ്റിരുന്ന് രാവിലെയും വൈകുന്നേരമൊക്കെ സ്തോത്രം സ്തോത്രം എന്ന് ജപിച്ചത്. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ ഈ ജപയോഗമൊക്കെ ചെയ്ത് കൃത്യമായി പോയിരുന്നതൊക്കെ അതിനേക്കാളൊക്കെ ഉയർന്നു എന്നൊക്കെ തോന്നി നിങ്ങൾ ജപിക്കാൻ തുടങ്ങിയപ്പം നിങ്ങളുടെ കാര്യമൊക്കെ കഷ്ടത്തിലാകുകയും അങ്ങനെ ജപിക്കുന്നവർ വളരുകയും ചെയ്യുമ്പോൾ അസൂയ നിങ്ങൾക്ക് കൂടുകയും ചെയ്യും. അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് നിങ്ങളങ്ങ് പറയുകയും ചെയ്യും. ഇതുവരെ പഠിച്ചതൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ ബുദ്ധിയിൽ അപഗ്രഥിക്കാവുന്നതാണ്. ഇത് ബുദ്ധിയല്ല, ഇതിന് വേറൊരു ഫാക്കൽറ്റിയാണ്. നിങ്ങളുടെ ശരീരത്തെ രണ്ടായി പകുത്താൽ
അതിൻ്റെ അർത്ഥഭാഗമായ വിവേചനാബുദ്ധിയുടേതല്ലാത്ത വൈകാരിക തലത്തിൻ്റെ ഉന്മീലനത്തിനുള്ളതാണ് സ്തോത്രങ്ങൾ. വികാര വിചാരങ്ങളുടെ രണ്ട് ശരീരങ്ങളുടെ സന്തത സംയോജനമാണ് ജീവിതം. വിചാരം കൊണ്ട് മാത്രം ജീവിക്കാനാവില്ല. വൈചാരിക തന്തുക്കളെ സമീചീനമായ ആനന്ദത്തിലേക്ക് ഉന്മീലനം ചെയ്തെത്തിക്കുന്നത് അത്രയും സമുജ്വലങ്ങളായ വൈകാരിക തന്തുക്കളാണ്. വികാരത്തിൻ്റെ തലങ്ങളെ സമഗ്രമായി കൊണ്ടുപോകുമ്പോൾ അമ്മ, അമ്മൂമ്മ, ഭാര്യ, മകൾ, മകളുടെ മകൾ ഇവയൊക്കെ ചാരുവായ നിങ്ങളുടെ ജീവിതത്തിന് ഊടും പാവുമായി നിലകൊള്ളും. വൈചാരികമായ അപഗ്രഥനങ്ങളിലൂടെ മാത്രം നിങ്ങൾ വളർന്നു പോകുമ്പോൾ ആ ഊടും പാവുമെല്ലാം തകർന്ന് ബന്ധങ്ങൾ ശിഥിലങ്ങളാവും. ആധുനിക ലോകം അതിൻ്റെ വിഷാദത്തിലാണ്. പഴയ കാലത്തെ ഒരു കാരണവർ ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടാൽ ആ കുഞ്ഞിനോട് ആ വൃദ്ധൻ സമീപിക്കുന്ന സമീപനം, ആധുനികനായ ഒരു അധ്യാപകൻ തൻ്റെ ശിഷ്യനോട് സമീപിക്കുന്ന സമീപനം ബൗദ്ധിക തമസിൽ മാറിമറിഞ്ഞുവെന്ന് നിങ്ങളുടെ നിയമാവലികൾ പോലും ചൂണ്ടിക്കാണിക്കുന്നു. ശരിയല്ല, ശരിയല്ല. പഴയ കാലമെടുത്താൽ പുരുഷന്മാർ മാത്രമായിരുന്നു അധ്യാപകർ ഒരു കാലഘട്ടത്തിൽ. ശരിയാണ്. ഒട്ടേറെ സ്ത്രീകളെ പഠിപ്പിച്ചത് പുരുഷന്മാരാണ്. കലയിൽ, സാഹിത്യത്തിൽ, അധ്യാപക വൃത്തിയിലൊക്കെ. പിന്നീട് സ്ത്രീകളും അധ്യാപകരായി വന്നു, പുരുഷന്മാരും വന്നു. അങ്ങനൊരു കാലം. ഇപ്പോൾ പുതുതായി എനിക്ക് തോന്നുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്രത്തിൽ നിന്നൊരു നിയമം തന്നെ ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരധ്യാപകൻ ഒരു പെൺകുട്ടിയെ ഓഫീസിലേക്ക് വിളിച്ചാൽ കൂടെ വേറൊരു സ്ത്രീ ഉണ്ടായിരിക്കണം. ഇത് വന്ന സമയത്ത് തന്നെ പുരുഷന്മാരായ ആധുനിക അധ്യാപകർ മുഴുവൻ പൊട്ടാസ്യം സയനൈഡ് കഴിക്കേണ്ടതാണ്. അവൻ്റെ ഇൻറ്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൻ്റെ നന്മ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൻ്റെ അറിവ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കണ്ണുകളിലെ അതിദേവതകൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കർത്തവ്യനിഷ്ഠ തകർന്നുവെന്ന് പറയപ്പെട്ടിരിക്കുന്നു. അത് നല്ലതാണെന്ന് അധ്യാപകർ കൂടിയിരുന്നു കൂടി പറയുന്നുവെന്ന് പറഞ്ഞാൽ, അങ്ങനൊരു നിയമം പണ്ടേ വരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇങ്ങനൊരു നിയമം വന്നു എന്നുള്ളത് നിങ്ങൾക്കറിയുമോ? അധ്യാപകരിരിപ്പില്ലേ? അധ്യാപകർ ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കിയാൽ പ്രസൻറ്റ് തലങ്ങളിൽ അധ്യാപികയാണ്. ഇങ്ങനൊരു നിയമം വന്നോ? അറിയില്ല. റിട്ടയർ ചെയ്തോ? അപ്പോൾ രക്ഷയില്ല. നിലവിൽ അധ്യാപക വൃത്തിയിലുള്ള ആരെങ്കിലും കൈവക്കാത്തത് അധ്യാപകനാണെന്ന് പറയാൻ ലജ്ജ തോന്നിയിട്ടാണ്. അധ്യാപകനല്ലേ? ഇങ്ങനൊരു നിയമം വന്നോ? അധ്യാപകർ പറഞ്ഞില്ല. ദൈവമേ, പത്രത്തിലും വായിച്ചില്ല നിങ്ങളാരും. ഇങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞു.
അങ്ങനൊരു നിയമം ചാലുവാകാൻ തീരുമാനമായി കഴിഞ്ഞു. അതിനെതിരെ 1-2 യൂണിയൻ ചെറിയ ഒച്ച വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ എവിടെ നിൽക്കുന്നു നോക്കുക. ദേവത സ്വരൂപങ്ങളെ അറിയാതെയുള്ള ജീവിതം, അതിൻ്റെ ഒരു വൈകാരിക തലമുണ്ട്. അപ്പോൾ ഏറ്റവും ആധുനികവും ഏറ്റവും പൗരാണികവുമായ സമസ്യകൾ സംയോജിക്കുന്ന ദേവതാജ്ഞാനത്തിൻ്റെ തലമാണ് സ്തോത്രകൃതികൾ തരിക. ഇത് വെച്ചുകൊണ്ട് വേണം ഈ സ്തോത്രത്തെ കാണാൻ. ഇനി ഈ സ്തോത്രങ്ങൾക്ക് പൊതുവെയുള്ള ആമുഖമാണ് പറഞ്ഞത്. എല്ലാ സ്തോത്രവും ഈ വഴിയിലാണ്. മഹാന്മാരായ ഒട്ടേറെ ആചാര്യന്മാർ സ്തോത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യകൃതങ്ങളായ ഒട്ടേറെ സ്തോത്രങ്ങളുണ്ട്, കേട്ടിട്ടുണ്ടാവും. രാമാനുജാചാര്യ വിരചിതങ്ങളായ സ്തോത്രങ്ങളുണ്ട്. മാധ്വാചാര്യ വിരചിതങ്ങളായ സ്തോത്രങ്ങളുണ്ട്. അവയുടെയൊക്കെ ദാർശനിക തദ്ധ്യയിൽ വ്യത്യാസങ്ങളുണ്ടാവാം. നാരായണ ഗുരു രചിച്ചിട്ടുള്ള ഒട്ടേറെ സ്തോത്രങ്ങളുണ്ട്. ഒട്ടേറെ ചെറുതും വലുതുമായ. അത് ദ്വൈതവും വിശിഷ്ടാദ്വൈതവും അദ്വൈതവും എല്ലാം കലർന്നിട്ടുള്ളവ വരെയുണ്ട്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. പിന്നെ സ്തോത്രകൃതികൾ ഒട്ടേറെയുണ്ട്. അതിലെന്തുകൊണ്ടും പ്രൗഢമായ ഒരു സ്തോത്രകൃതിയാണ് മഹിഷാസുരമർദിനി. പ്രൗഢകൃതിയാണ്. കൃതിയുടെ പേര് തന്നെ മഹിഷാസുരമർദിനി എന്നാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഒരാൾ. ഈ ദേവതകൾ കോപിക്കുമ്പോൾ കോപിപ്പിക്കുന്ന ദേവത ഏതാണ്? Am I right? അതിനുത്തരം ഈ സ്തോത്രമാണ്. ഏതൊരു ആസുരീ സമ്പത്തിയാണോ ആസുരഗുണങ്ങളിലൂടെ മനസ്സ് ഭാവാത്മകമായി വളരുന്നത്, 16 ഗുണഭേദങ്ങളിലൂടെയാണ്. ആ മനസ്സിനെ 16 ഗുണഭേദങ്ങളിലൂടെ വളർത്തി സർവാത്മകത്വം വരുന്ന ശുദ്ധസത്വത്തിൻ്റെ ബ്രഹ്മസത്വാധിഷ്ഠാനത്തിലെത്തിച്ച് ഗുണാതീതമാകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലോകമുണ്ട്. അതിന് വിപരീതമായ തലങ്ങളിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന ആസുരി സമ്പത്തിയെ മുഴുവൻ മർദ്ദിച്ച് നിലകൊള്ളുന്ന ഒരു ദേവതാ സ്വരൂപത്തിങ്കലാണ് ഈ സ്തോത്രം ചാരുവാകുന്നത്. നോക്കാം. എനിക്കറിയുന്ന ഭാഷയിൽ ഞാൻ ചൊല്ലിത്തരാം. നിർത്തി ഓരോ പദങ്ങളും ഹൃദിസ്ഥിതമാക്കിയിട്ട്, എന്ന് പറഞ്ഞാൽ നല്ല പോലെ ഉള്ളിൽ നിന്ന് അഭാവാത്മകമായി എത്തിയിട്ട് ഒന്നിച്ചു ചൊല്ലുക. അയിഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനുതേ ഗിരിവരവിന്ധ്യശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുതേ ഭഗവതി ഹേശിതി കണ്ഠകുടുംബിനി ഭൂരികുടുംബിനി ഭൂരികൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകവർദിനി ശൈലസുതേ. ഇത് സ്തോത്രം എന്ന നിലയിൽ സ്തുതിക്കുമ്പോൾ ഈ രൂപത്തോടുകൂടിയ ദേവത സമഷ്ടിയിൽ പ്രത്യക്ഷമാകുന്നു എന്നാണ് സങ്കല്പം. പ്രാചീനൻ വെറുതെ സങ്കല്പിക്കുകയില്ല. പ്രാചീനൻ 2 തരം സൃഷ്ടികളെ വിശ്വസിക്കുന്നു. ഒന്ന് ഈശ്വര സൃഷ്ടി, 2 ജീവസൃഷ്ടി. എപ്പോഴെല്ലാം ജീവസൃഷ്ടി ഈശ്വര സൃഷ്ടിപരമാകുന്നുവോ അപ്പോഴെല്ലാം അവ പൂർണ്ണമാകുന്നു എന്നും അവർ വിശ്വസിക്കുന്നു. അല്പം കൂടി കടന്നാൽ ആ ലോകങ്ങളിലേക്ക് എത്തുമ്പോൾ അണ്ടിയാണോ മൂത്തത് മാവാണോ മൂത്തത് എന്ന്
ശങ്കയെ ഇല്ലാതാകുന്നു. നിങ്ങളുടെ പഠിപ്പിൻ്റെ എല്ലാ ലോകങ്ങളിലും ബീജവൃക്ഷ ന്യായം അടിസ്ഥാനമാണ്. ബീജമില്ലാതെ വൃക്ഷമുണ്ടാവില്ല, വൃക്ഷമില്ലാതെ ബീജമുണ്ടാവില്ല. പക്ഷെ ലോകത്തെന്നും ബീജവും വൃക്ഷവും ബീജവൃക്ഷങ്ങളില്ലാതെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരാണ് ഉന്നതരായ ഈ ആചാര്യന്മാർ. ഭൂമിയിൽ സദാ സർവദാ സമസ്ത ജീവികളും യാതൊരു ആലംബവുമില്ലാതെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. അതവർ പർജന്യ സൂക്തത്തിൽ ഒതുക്കി വയ്ക്കുകയും ചെയ്യുന്നു. ഏതൊരു സർജന പ്രക്രിയയുടെയും ആദിമരൂപം പർജന്യനിൽ അധിഷ്ഠിതമാണെന്നും പർജന്യനാണ് അന്നമാകുന്നതെന്നും അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടാകുന്നതെന്നും അന്നം ചേരുന്നിടത്തെല്ലാം ചൈത്രൻ ചേർന്നാൽ സൃഷ്ടി നടക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. പഠിച്ചവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മഴ പെയ്യുമ്പോൾ മഞ്ഞ വീഴുമെന്ന് അവർ വിശ്വസിക്കുന്നു. മുകളിൽ നിന്ന് മഴ വീഴുമ്പോൾ അതിൽ മനുഷ്യൻ ചിലപ്പോൾ വീഴാം. അതിൽ സമസ്ത അന്ന വസ്തുക്കളും വീഴാം, സസ്യജാലങ്ങൾ മുഴുവൻ. അതിൽ നിന്ന് എണ്ണ വീഴാം, അതിൽ നിന്ന് മത്സ്യങ്ങൾ വീഴാം, അതിൽ നിന്ന് ഞണ്ടും തിമിംഗലവും ഒക്കെ വീഴാം. വീണ് കണ്ട് പരിചയമില്ലാത്തവൻ വീഴ്ചയുടെ രഹസ്യമറിയാതെ ശാസ്ത്രകൃത്തങ്ങളിൽ കിടക്കുന്നു. ഞാൻ ആദ്യം തന്നെ ചോദിച്ചു, ഇത് പഠിക്കണമെന്ന്. നിങ്ങളിവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് ശാന്തമായിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും. ഏത് ഞാൻ പഠിപ്പിച്ചാലും എന്നെക്കുറിച്ച് പരാതിയുണ്ട്. ഇതിലെ പരാതി വളരെ കൂടും. ഒരാവാസ വ്യവസ്ഥ അന്തരീക്ഷത്തിൽ സംജാതമാകുമ്പോൾ സൃഷ്ടി ബീജവൃക്ഷ ന്യായത്തിലല്ലാതെ ഉണ്ടാകുന്നു എന്നാണ് പൊരുൾ. ഇത് ലോകത്തെപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നാണ്. വഴിയിൽ കിടന്നൊരു കുഞ്ഞിനെ കിട്ടിയാൽ പഴയ കാലത്തുള്ളവർ അതിൻ്റെ അച്ഛനെയും അമ്മയെയും തേടാറില്ല. അവർ സമഷ്ടി ശൈവവും വൈഷ്ണവവുമായ, ശൈവവും ശാക്തേയവുമായ എന്ന് പറഞ്ഞാൽ വീണ്ടും ബീജവൃക്ഷ ന്യായത്തിലേക്ക് പോകും. മനസ്സിലായില്ല. ശൈവവും വൈഷ്ണവവുമായ ശാക്തിക സംയോഗത്തിൽ നിന്ന് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അച്ഛനായൊരു ശിവനും അമ്മയായൊരു വിഷ്ണുവും സ്വയംഭൂവിൻ്റെ സങ്കല്പ സാമ്രാജ്യത്തിലെ അധിഷ്ഠാന തത്വമായി അവർ കാണുന്നു. ഭാവനയില്ലാത്തവർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോണം. പറയുന്നതിൽ എന്നോട് വിരോധിക്കരുത്. ഈ ക്ലാസ്സിൽ ഭാവനയില്ലാത്തവർ ഇരിക്കരുത്. യാതൊരു വിഷമവും തോന്നരുത്. പോയി കപ്പയ്ക്ക് കളയ്ക്കുകയോ മണ്ണ് ചുമക്കുകയോ വല്ലതും ചെയ്താൽ ലാഭം ഉണ്ടാവും. സമയം കളയരുത്. ഭാവന ചാരുവാകുന്നവർ മാത്രമേ ഇരിക്കാവൂ. ഇല്ലെങ്കിലുള്ള ഉപ്പുമാവെല്ലാം തിന്ന് നാനാവിധമാവും. ഭാവന നിങ്ങളെ അനുവദിക്കുമെങ്കിൽ